Welcome to Thermodynamics for PG students and degree students for some universities. നമ്മൾ ആ ഗിബ്സ് ഫേസ് റൂള് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് ഒരു പോസ്റ്റിംഗ് വളരെ ലെങ്തി ആകുന്നത് കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ആണ് എടുക്കുന്നത്. ആദ്യം രണ്ടൊന്ന് ടേംസ് ഒന്ന് പരിചയപ്പെടുന്നു ഈ പോസ്റ്റിങ്ങിൽ. എന്നിട്ട് ഗിബ്സ് ഫേസ് റൂള് പ്രത്യേകിച്ച് വേറെ അടുത്ത പോസ്റ്റിങ്ങിൽ ചർച്ച ചെയ്യാം. ഫേസ്, PHASE, ഫേസ് അതൊരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ മീനിങ് അപ്പിയറൻസ് എന്ന. ഇപ്പോൾ വാട്ടർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഐസായിട്ട് നിൽക്കും, സോളിഡ് ഫേസ്. ലിക്വിഡായിട്ട് നിൽക്കും, നമ്മൾ സാധാരണ അതിനെ വാട്ടർ എന്ന് വിളിക്കുന്നു. പിന്നെ വാട്ടർ വേപ്പർ. ഇങ്ങനെ 3 ഫേസസ് ഉണ്ട് വാട്ടർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ. ഈ 3 ഫേസസ് അതിലൊന്നോ രണ്ടോ ഒരു ഫേസ് ഒറ്റയ്ക്ക്, അല്ല 2 ഫേസസ് 3 ഫേസസും കൂടി ഇക്വിലിബ്രിയത്തിൽ നിൽക്കാം. അതിന് ചില കണ്ടീഷൻസൊക്കെ ഉണ്ട്. അപ്പം ചുരുക്കത്തിൽ ഫേസ് എന്ന് പറയുമ്പോൾ it is defined as a physically distinct but homogeneous part of a system which is separated from other parts of the system by definite boundary surface. അല്ലെങ്കിൽ ഈച്ച് ഡിഫറെൻറ്റ് ഫിസിക്കലി ഹോമോജീനസ് പാർട്ട് ഓഫ് എ സിസ്റ്റം ഈസ് കോൾഡ് എ ഫേസ്. അപ്പോൾ ഞാനിപ്പോൾ വാട്ടർ സിസ്റ്റത്തിൻ്റെ ഫേസസ് പറഞ്ഞു. സോളിഡ്, ഐസ്, വാട്ടർ, വേപ്പർ. ഇതിൽ ഒരു സിസ്റ്റത്തിൻ്റെ 2 അതിലധികമോ ഫേസസ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹീറ്ററോജീനസ് സിസ്റ്റം എന്ന് പറയുക. ഹീറ്ററോജീനസ് സിസ്റ്റം എന്ന് പറയും. അടുത്ത പോയിൻ്റ് കമ്പോണൻസാണ്. കമ്പോണൻസ് എന്ന് പറയുമ്പോൾ അവിടെ എ ഡിസ്റ്റിങ്ക്റ്റ് കെമിക്കൽ സ്പീഷീസ് എന്ന് പറയും. ഇപ്പോൾ വാട്ടർ സിസ്റ്റം എടുത്താൽ അതിൽ 3 ഫേസസ് ഉണ്ട് പറഞ്ഞു. ഐസ്, വാട്ടർ, സ്റ്റീം. ഇത് 3ൻ്റെയും കോൺസ്റ്റിറ്റ്യുവൻറ്റ് ഒന്ന് തന്നെയാണ്. ഇത് 3 H2O. അപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻറ്റ് എന്ന് പറയുന്നതും കമ്പോണൻ്റ് എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. അപ്പോൾ വാട്ടർ സിസ്റ്റത്തിലെ 3 ഫേസസും ഒരേ കോൺസ്റ്റിറ്റ്യുവൻ്റാണ് കെമിക്കലായിട്ട്. പക്ഷേ ഇത് 3 ഫേസസാണ്, 3 കമ്പോണൻസ് ആണെന്ന് പറയും. അപ്പോൾ എ ഡിസ്റ്റിങ്ക്റ്റ് കെമിക്കൽ സ്പീഷീസ് ഓഫ് എ സിസ്റ്റം ഈസ് കോൾഡ് എ കമ്പോണൻ്റ് ഓഫ് ദി സിസ്റ്റം. ഈ കമ്പോണൻ്റ് meaning of component is different from that of constituents. For example, in the 3 components of water system, constituent is the same, H2O. അത്രയും മനസ്സിലാക്കുക. അടുത്ത നമുക്ക് പറയേണ്ട ഡിഗ്രി ഓഫ് ഫ്രീഡം ഓർ വേരിയൻസ്. ഒരു സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സ്പെസിഫൈ ചെയ്യേണ്ട മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, അതിനെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയാം.
പ്രഷർ ആവാം, ടെമ്പറേച്ചർ ആവാം, കോൺസെൻട്രേഷൻ ആവാം, ആൻഡ് സോ ഓൺ. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഒരു ഫേസ്, വാട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു ഫേസ് എടുക്കുക, ഐസ്. ഈ ഐസിനെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ പ്രഷറും ടെമ്പറേച്ചറും മാത്രം മതി. അത് 2 വേരിയബിൾസ് വേണം. ഏത് പ്രഷറിൽ ഏത് ടെമ്പറേച്ചറിൽ ആണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയാം. അത് നമുക്ക് വേരി ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത് ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ഇനി ബൈവേരിയൻ്റ് എന്നാണ് പറയുക. ബൈവേരിയൻറ്റ്. അപ്പോൾ വാട്ടർ സിസ്റ്റം എടുത്ത് കഴിയുമ്പോൾ സ്മോളസ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ദി സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് such as temperature, pressure, concentration, etc. that must be specified in order to define the system completely. Or the number of factors which can be varied independently without changing the number of phase. ഇതിൽ ഒരു എക്സാമ്പിൾ എടുത്ത് നമ്മളിപ്പോൾ കണ്ട എക്സാമ്പിൾ, എ സിസ്റ്റം consisting of one phase of water, ഐസോ അല്ലെ ലിക്വിഡ് വാട്ടറോ അല്ലെ സ്റ്റീമോ അല്ലെ ഗ്യാസോ എടുത്ത് റിക്വയർസ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഫോർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഫേസ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഇതിന് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. സോ ഇത് ഒരു ബൈവേരിയൻറ്റ് സിസ്റ്റമാണെന്ന് പറയും. ഇഫ് എ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് any other of the 2 phases, സോളിഡ് ഐസും വാട്ടറും കൂടെ ഇക്വിലിബ്രിയത്തിൽ, അല്ലെങ്കിൽ വാട്ടറും അതിൻ്റെ വേപ്പറും കൂടെ ഇക്വിലിബ്രിയത്തിൽ, അവിടെ ഒന്നുകിൽ പ്രഷർ അല്ലെ ടെമ്പറേച്ചർ ഇതിലേതെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, നമുക്കതിൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ് പഠിക്കാം. അപ്പോൾ അത് യൂണിവേരിയൻ്റ് എന്ന് പറയും. But 2 phases, 2 phases, if a quantity of water is in equilibrium with its vapor or ice, 2 phases in equilibrium, അപ്പോൾ 2 phases അവിടെ equilibrium, then we may define the system completely by mentioning or using one variable, one quantity, temperature or pressure. അപ്പോൾ ദാറ്റ് ഈസ് എ യൂണിവേരിയൻ്റ് സിസ്റ്റം എന്ന് പറയും. 3 ഫേസസും കോഎക്സിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ട്രിപ്പിൾ പോയിൻറ്റ്, വാട്ടർ, ഐസ്, സ്റ്റീം, ഇത് 3ഉം കൂടി കോഎക്സിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറ്റാൻ സാധ്യമല്ല. അത് സെൽഫ് ഇക്വിലിബ്രിയംസ്, ഒരു സെൽഫ് ഡിഫൈൻഡ് സിസ്റ്റമാണ്. അവിടെ ഒന്നും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 0യാണ്, അല്ലെ അതിന് ഇൻവേരിയൻ്റ് സിസ്റ്റം എന്നാണ് പറയുക. അപ്പോൾ ഈ 3 ടെർമിനോളജികൾ, ഫേസ്, കമ്പോണൻ്റ്, അതുപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഇത് 3 അറിഞ്ഞാലേ നമുക്ക് ഗിബ്സ് ഫേസ് റൂള് ചർച്ച ചെയ്യാൻ പറ്റൂ. അത് ഞാൻ അടുത്ത പോസ്റ്റിങ്ങിലായിട്ട് ചർച്ച ചെയ്യാം. താങ്ക്